ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഗ്ലോബൽ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ മിഡിൽ ഈസ്റ്റ് ആണ്. അപ്പോൾ അതിൽ ഇസ്രായേൽ ഇന്ന് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ്റെ ഉള്ളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് തെഹ്റാനിൽ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ ഒഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നല്ല തിക്കും തിരക്കും, ട്രാഫിക് കൺജഷനൊക്കെ നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ, തബ്രീസ് എയർബേസ്, കുർഷദ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മിലിറ്ററി എയർബേസ്, ഇഷ്ഫഹാനിൽ 4 സ്ഥലങ്ങളിൽ അറ്റാക്ക്. ഇഷ്ഫഹാൻ അറിയാമല്ലോ, ഒരു പ്രധാനപ്പെട്ട ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇഷ്ഫഹാൻ കുറേ നാളുകൊണ്ട് ടാർഗറ്റിലുള്ള സ്ഥലമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഇഷ്ഫഹാനിൽ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും 4 അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. അതായത് ടൈം കിട്ടുമ്പോഴൊക്കെ, എപ്പോഴൊക്കെ ഓപ്ഷൻ കിട്ടുന്നു, ഇറാൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്തുന്ന ഈ സ്ഥാപനങ്ങൾ, ഈ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്ത് മിനിമം 1-2 അറ്റാക്കുകളെങ്കിലും നടത്തുക എന്നുള്ളതാണ് ഇസ്രായേൽ തുടർന്നു പോകുന്ന ഒരു പരിപാടി. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന്റെ കയ്യിലുള്ള എർത്ത് പെനട്രേറ്റിംഗ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ടൈംസ് അറ്റാക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ പറ്റൂ. അതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള റീസൺ. ഈ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടക്കുന്ന, ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ നടത്തുന്ന ആ സ്ഥലങ്ങളിൽ മൾട്ടിപ്പിൾ ടൈംസ് അറ്റാക്ക് നടത്തുന്നതും എല്ലാ ദിവസവും ഇതേ സ്ഥലങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നതും അത് ക്ലിയർ ആയല്ലോ. തെഹ്റാനിൽ പുതിയ എയർ ഡിഫൻസ് സിസ്റ്റമോ അല്ലെങ്കിൽ പഴയതോ ചൈനയിൽ നിന്ന് മേടിച്ചതോ എവിടെ നിന്ന് കൊണ്ടുപോകുന്ന അറിയത്തില്ല, കുറച്ച് എയർ ഡിഫൻസ് സിസ്റ്റംസ് തെഹ്റാനിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന മൂവിങ് കോൺവോയിൽ ഇരുന്ന ആ ഒരു ടൈമിൽ ആ കോൺവോയ് തന്നെ കറക്റ്റായിട്ട് ഇസ്രായേൽ IDF ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ്, റണ്ണിങ്ങിലിരിക്കുമ്പോഴാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ IRIB എന്ന് പറഞ്ഞ ടെലിവിഷൻ ചാനൽ, ആ ടെലിവിഷൻ ചാനലിൽ അവതാരക സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ്, ആ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ മിസൈൽ വന്ന് പതിക്കുന്നതും ആ മീഡിയ റൂമിൻ്റെ സൈഡിൽ പൊട്ടിപ്പൊളിഞ്ഞ് ബിൽഡിങ്ങിൻ്റെ ആ റബിൾസ് പറന്നു വരുന്ന, ആ പൊടിപടലങ്ങൾ പറന്നു വരുന്ന രംഗത്തോടു കൂടിയാണ് ആ ഒരു ഷോ തന്നെ അവസാനിച്ചിരിക്കുന്നത്. കട്ട് ഓഫ് ആവുകയാണ് ചെയ്തത് ആ ഷോ. ആ രീതിയിലുള്ള ആക്രമണം, ആ മീഡിയ സ്റ്റേഷൻ ആക്രമണം. ആ മീഡിയ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് തന്നെ പല പത്രമാധ്യമങ്ങളും ഇറാന്റെ ഉള്ളിൽ ന്യൂസ് എടുത്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുറകിൽ ആ മീഡിയ സ്റ്റേഷൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവസ്ഥ. അത് ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോയിലെ ഹെഡിങ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇറാനെ ഗാസയെ പോലെ ആക്കും. ഇറാനിലെ തെഹ്റാൻ എന്ന് പറഞ്ഞ ഒരു ക്യാപിറ്റൽ നഗരം, ഇറാനിലെ വേറെ ഏത് സിറ്റിയെക്കാളും തെഹ്റാൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ തലസ്ഥാനമാണ്. ഒരു കാര്യം ആലോചിച്ചോണം, ഈ തെഹ്റാനിൽ താമസിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇറാന്റെ ഉള്ളിൽ 2 കറൻസി ഉണ്ട്. ഒരു മൂല്യം കുറഞ്ഞ കറൻസി ഉണ്ട്, മൂല്യം കൂടിയ കറൻസി ഉണ്ട്. മൂല്യം കൂടിയെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം മൂല്യം കൂടിയത്, അങ്ങനെ വേണം കരുതാൻ. അപ്പം അങ്ങനെ നമ്മൾ തെഹ്റാന് തന്നെയാണ് ആ കറൻസി വിളിക്കുന്നത്. ആ കറൻസി തെഹ്റാന്റെ ഉള്ളിലാണ് ആ കറൻസി സർക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 2 കറൻസിയുള്ള രാജ്യമാണ് ഇറാൻ. അതും കൂടെ മനസ്സിലാക്കിക്കോണം. അതായത് $1 കൊടുത്തു കഴിഞ്ഞാൽ ചാക്ക് കണക്കിൽ പൈസ കിട്ടുന്ന കറൻസിയും ഉണ്ട് ഇറാനിൽ. പോലത്തെ പല ഐലൻഡുകളിലൊക്കെ ഈ കറൻസി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തെഹ്റാൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ തലസ്ഥാനത്തിന്റെ ഒരു പ്രൗഡായിട്ടാണ് ഇറാൻ കരുതുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു തലസ്ഥാന നഗരത്തിനെ അടിച്ച് തവിട് പൊടിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. IRGCയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള അഹമ്മദ് വക്കാദി, ഈ കാണുന്ന വ്യക്തിയാണ് അഹമ്മദ് വക്കാദി, സ്റ്റേറ്റ്മെന്റ്, ഇന്ന് രാത്രി ഇസ്രായേൽ ഉറങ്ങില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതിനു മുമ്പുള്ള രാത്രികളിൽ ഉറങ്ങി എന്നല്ല, ഇന്ന് പ്രത്യേകിച്ച് ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഹമ്മദ് വക്കാദിയാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ അഹമ്മദ് വക്കാദി ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. $1 ബില്യൺ ക്വസ്റ്റ്യൻ ആണ്. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിനോട് അടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിസൈലുകൾ മാത്രമല്ല, മൾട്ടിപ്പിൾ അറ്റാക്സ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതും യമനിലെ ഹൂത്തികളും കൂടി ചേർന്നിട്ട് മൾട്ടിപ്പിൾ സൈഡിൽ നിന്നുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഉള്ളിൽ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്ട്രിക്ട് 3 എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഡിസ്ട്രിക്ട് 3 എന്ന് പറഞ്ഞ തെഹ്റാന്റെ ആ ഒരു സ്ഥലം ഏതാണ്ട് 20,000 എബോ ബിൽഡിങ്സ് അവിടെ ഉണ്ട്. ഈ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം അപ്പാർട്ട്മെന്റുകളാണ്, വലിയ വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളാണ് അവിടെ ഉള്ളത്. ഇതിലേതാണ്ട് 3,40,000 ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഈ ഡിസ്ട്രിക്ട് 3 എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രിക്ട് 3യിലേക്ക് ഇവാക്യുവേഷൻ ഓർഡർ കൊടുത്തത് ജസ്റ്റ് 30 മിനിറ്റ്സ് അപ്പ് ഫ്രണ്ട്, 30 മിനിറ്റ് മാത്രം സമയം കൊടുത്തുകൊണ്ടാണ് ഇസ്രായേൽ ഡിസ്ട്രിക്ട് 3യിൽ ആക്രമണം നടത്തിയത്. നല്ല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ലൈഫ് ലോസ് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇറാന്റെ ഏറ്റവും വലിയ കൺസേൺ. ഇറാൻ ഈ ഒരു വിഷയം മുന്നോട്ട് ഉയർത്തുന്നുണ്ട്. അതിലുപരിയായിട്ട് ഇറാൻ ഇസ്രായേലിന്റെ മേളിൽ യുദ്ധക്കുറ്റം ചുമത്താനുള്ള ആ മാർഗങ്ങളും കൂടെ തേടുന്നുണ്ട്. ഇറാന്റെ മീഡിയാസിലെല്ലാം ചില ഫോട്ടോസൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട്.
ഇറാന്റെ ഫോറിൻ റെപ്രസെൻറ്റേറ്റീവിൻ്റെ സ്പോക്സ് പേഴ്സൺ, അതായത് കുട്ടികൾ, ഫാമിലീസ്, ഇതിൻ്റെയൊക്കെ ഫോട്ടോസ്, ഇവരെയൊക്കെയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത് പറഞ്ഞ യുദ്ധക്കുറ്റം ചുമത്താനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധക്കുറ്റം ഇസ്രായേലിനെ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് IAEA ഇന്ന് യുണൈറ്റഡ് നേഷൻസിൽ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ശരിയാണ്, പക്ഷേ അതൊന്നും വലിയ ഡാമേജ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് അതാണ് IAEA എടുത്തിരിക്കുന്നത്. ശരിക്കും ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ഒരു ന്യൂക്ലിയർ പ്ലാന്റുകളൊക്കെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ മാനവരാശിക്കും കൂടെ ഒരു ദോഷമുണ്ടാക്കുന്ന പരിപാടിയാണ്. ന്യൂക്ലിയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഡീലുകളും കരാറുകളൊക്കെ കൊണ്ടുവരുന്നത്. അത് നിയന്ത്രിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിനുള്ള ഒരു പ്രതിവിധി. അതിനുപരിയായിട്ട് അത് പോയി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. ആ രീതിയിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഫ്രണ്ടിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അത്ര വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഇറാനിൽ ഉണ്ടാക്കിയിട്ടില്ല, നോ ന്യൂക്ലിയർ ലീക്കേജ് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ IAEA കൊണ്ട് കൊടുപ്പിച്ചിരിക്കുകയാണെന്ന്. അതങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റം കൊണ്ടുവരാൻ ഇപ്പൊ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി ഗാസയുടെ പേരിലേക്ക് യുദ്ധക്കുറ്റമൊക്കെ ഉണ്ട് UN-ൽ, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. ഇറാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് സാധ്യമല്ല. ഇത് സാധിക്കാതെ പോകുന്നതിന്റെ കാരണം വേറൊരു റീസൺ പറയാം. G7 സബ്മിറ്റിലെ എല്ലാ രാജ്യങ്ങളും, കാനഡ, അമേരിക്ക, ഇറ്റലി, UK ഉൾപ്പെടെയുള്ള G7 രാജ്യങ്ങളുണ്ടല്ലോ, ഈ G7 രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. ആ പ്രമേയം ഇറാനെ അനുകൂലിക്കുന്നില്ല, പക്ഷേ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ പ്രമേയം ന്യൂട്രൽ അല്ല, ആ പ്രമേയത്തിന് നിലപാടുണ്ട്. ആ പ്രമേയം G7 കൺട്രീസിന്റെ പ്രമേയം ഇസ്രായേലിന് വേണ്ട സകല സപ്പോർട്ടും ചെയ്യുമെന്നാണ് ആ പ്രമേയം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ G7 രാജ്യങ്ങൾ ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയുധങ്ങളായിക്കോട്ടെ, ഇസ്രായേലിന് വേണ്ടിയിട്ട് എന്തൊക്കെ സഹായങ്ങൾ വേണോ എല്ലാം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇറാനും ഇങ്ങനെ ആയിത്തീരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ ഇസ്രായേൽ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. G7 രാജ്യങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഇസ്രായേൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇസ്രായേലിന് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമാണ്. G7 ആ റെസൊല്യൂഷൻ മൂലം ഇസ്രായേലിന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഇസ്രായേൽ അതിനെ കണക്കാക്കുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ ഈ പ്രമേയം പാസ്സാക്കിയിട്ട് പോകുന്ന ആൾക്കാരാണ്, അത് വേറെ വിഷയം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആട്ടിൻ തോലിട്ട ചെന്നായ എന്നുള്ള നിലയിൽ തയ്യബ് എർദോഗൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇറാന്റെ മേലിലുള്ള ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രതിഷേധിക്കുന്ന തയ്യബ് എർദോഗനെ കുറിച്ച് ഒരു വിഷയം ലീക്കായിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, ഈ ഇറാനും തുർക്കിയും തമ്മിൽ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ബോർഡറാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ തൊട്ടടുത്ത അയൽ രാജ്യമായിട്ടുള്ള ഇറാന്റെ മേളിൽ ഇസ്രായേൽ ആക്രമണം നടത്താൻ പോകുന്നു എന്നുള്ള വിഷയം മുൻകൂട്ടിയെ തുർക്കിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇറാന്റെ ബോർഡർ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നാളെ ഒരു ലയബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടോ തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇസ്രായേൽ അങ്ങ് അറ്റാക്ക് ചെയ്ത് പോയിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ബ്രീച്ചിങ് തുർക്കിയുടെ ഉള്ളിലേക്ക് നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ആൻസറബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിലുപരിയായിട്ട് നാറ്റോയിലെ ഒരു അംഗമാണ് തുർക്കി എന്നുള്ള നിലയിലും നാറ്റോ രാജ്യങ്ങൾ വളരെ വ്യക്തമായിട്ട്, അമേരിക്ക അറിഞ്ഞതാണ്, അമേരിക്ക നാറ്റോയിൽ പെട്ടതാണ്, അമേരിക്ക വളരെ വ്യക്തമായിട്ട് നാറ്റോ രാജ്യങ്ങളെ ഇൻഫോം ചെയ്തു. അപ്പം നാറ്റോ രാജ്യങ്ങളെ ഇൻഫോം ചെയ്യുന്ന കൂട്ടത്തിൽ തുർക്കിക്കും കൂടെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തതായിട്ട് നാറ്റോ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് തയ്യബ് എർദോഗൻ ഒരു തിരിച്ചടി തന്നെയാണ്. ഈ കൂടെ നിന്ന് ചതിക്കുക എന്നുള്ള പരിപാടിയില്ലേ, അതാണ് തയ്യബ് എർദോഗൻ ചെയ്തത്. ഇനിയിപ്പം ഇറാൻ ആണെങ്കിൽ ഇപ്പൊ ഇതിനെ എതിർത്തുകൊണ്ടോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ചർച്ചകളോ ഒരു രീതിയിലുള്ള പ്രതിഷേധമോ തുർക്കിക്കെതിരെ എടുക്കാൻ കഴിയില്ല. കാരണം ഇറാന്റെ സാഹചര്യം അതാണ്, ഇറാൻ കടന്നു പോകുന്ന സാഹചര്യം. അപ്പൊ അതുകൊണ്ട് തയ്യബ് എർദോഗൻ ഏത് രീതിയിലുള്ള ബീട്രയൽ നടത്തിയാലും ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ജസ്റ്റ് നോക്കി നിൽക്കാം എന്നുള്ളതല്ലാതെ നാളെ ഇനി തയ്യബ് എർദോഗനെ കണ്ടു കഴിഞ്ഞാൽ ഹാൻഡ് ഷേക്ക് കൊടുത്ത് മുന്നോട്ട് പോവാം, ആ രീതിയിലേ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ബീട്രയൽ തുർക്കി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇറാന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇറാന്റെ മിസൈൽ വന്ന് പതിച്ചത് യായിർ ലാപ്പിഡ്, ഓപ്പോസിറ്റ് ലീഡറിന്റെ വീടിന്റെ തൊട്ടടുത്താണ്. യായിർ ലാപ്പിഡിന്റെ വീടിന്റെ ജനാലകൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ജസ്റ്റ് മിസ്സാണ്, ഇല്ലെങ്കിൽ മൂത്ത മകളെ നഷ്ടപ്പെട്ടേനെ എന്നാണ് യായിർ ലാപ്പിഡ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ സാഹചര്യം വന്നാലും ഞാൻ 4 ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ഉള്ളിൽ ഓൾ പാർട്ടീസ്, എല്ലാ പാർട്ടികളും, പ്രതിപക്ഷ പാർട്ടികൾ, വലതുപക്ഷ പാർട്ടികൾ, എല്ലാ പാർട്ടികളും, മിഡിൽ, ലെഫ്റ്റ്, റൈറ്റ്, എല്ലാവരും കൂടെ ചേർന്ന് യൂണിറ്റി ആയിട്ട് നെതന്യാഹുവിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഇസ്രായേലിൽ ഇപ്പോൾ ഇല്ല. ഇറാന്റെ IRGC ജനറൽ ആയിട്ടുള്ള അഹ്മദ് വക്കാടി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൽ ഇന്ന് രാത്രി തീമഴ പെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞതോടുകൂടി ഒരു സ്ഥലം കൃത്യമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്തുള്ള ആൾക്കാർക്കൊക്കെ ഇവാക്യുവേഷൻ നോട്ടീസ് തന്നെയാണ്. ബെനി ബ്രാക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്, ടെലവീവിലാണ് ഈ ഒരു സ്ഥലം. ബെനി ബ്രാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോകണം എന്നാണ് ഇറാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന വാണി, പ്രത്യേകിച്ച് ഇസ്രായേലിലെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാണി.
അതായത് മാക്സിമം ആൾക്കാരെല്ലാം ഇന്ന് ബങ്കറിനുള്ളിൽ പോകാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് ലൈഫ് ലോസ് കുറച്ച് തടയാൻ കഴിയും. പിന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ മിസൈൽ പതിക്കുന്നത്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഫ്യൂ മിസൈൽസ്, ഇപ്പം തൗസൻഡ്സ് ഓഫ് മിസൈൽസ് വരുമ്പോഴത്തേക്കും ഒരു 4-5 എന്തായാലും പതിക്കും, അത് തീർച്ചയാണ്. ഇനിയിപ്പോൾ തൗസൻഡ്സ് ഓഫ് മിസൈലാണോ ഇനി മൾട്ടിപ്പിൾ തൗസൻഡ്സ് ആണോ ഇറാൻ വിടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയണം. ചൈനയുടെ അടുത്ത എയർ ഷിപ്മെൻറ്റ് വെപ്പൺ സപ്ലൈ ഇറാൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റഡാർ മാപ്പാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇറാൻ്റെ ഉള്ളിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആ സംഭവം എന്ന് പറഞ്ഞാൽ ഇറാൻ വളരെ വേഗമായിട്ടുള്ള ഒരു 1 സെൻറ്റൻസ് ന്യൂസ് ആയിട്ടാണ് അത് പുറത്തു വിട്ടിരിക്കുന്നത്. ഇറാൻ്റെ ഫോറിൻ മിനിസ്ട്രി ഓഫീസ് ഇസ്രായേൽ അടിച്ച് തകർത്തിട്ടുണ്ട്. അതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. ഈ ഫോറിൻ മിനിസ്ട്രി ഓഫീസിൽ ഇറാൻ്റെ IRGCയിലെ സുപ്രധാനപ്പെട്ട ലീഡേഴ്സിനെ എല്ലാം അതൊരു ഒളിത്താവളമായിട്ട് കരുതിക്കൊണ്ട് ഈ ഒരു ഫോറിൻ മിനിസ്ട്രി ഓഫീസിൽ കൊണ്ട് താമസിപ്പിച്ചിരുന്നു എന്നാണ് പൊതുവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം വേറെ എവിടെയെങ്കിലും താമസിച്ച് കഴിഞ്ഞാൽ മൊസാദിൻ്റെ ജാരന്മാരുടെ കണ്ണിൽപ്പെട്ട് ഡ്രോൺ അറ്റാക്കിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലോ എന്നുള്ളൊരു പേടിയിൽ ഇവരെല്ലാം ഈ ഫോറിൻ മിനിസ്ട്രി ഓഫീസല്ലേ, അത് വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിൽഡിംഗ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കൂട്ടത്തോടെ താമസിച്ചതായിട്ടും ആ സ്ഥലം ഇസ്രായേൽ അറ്റാക്ക് ചെയ്തതുമായിട്ടാണ് വാർത്ത. അപ്പോൾ ഇതിനകത്ത് എത്ര പേര് കൊല്ലപ്പെട്ടു, എന്താണ് സംഗതി, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തകളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇനി ഒരു 2-3 ദിവസത്തിൽ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ആൾക്കാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്ത് പറഞ്ഞേ പറ്റൂ, അല്ലാതെ അതിപ്പോൾ കുറേ നാൾക്ക് ഇങ്ങനെ ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. കാരണം അടുത്ത പൊസിഷൻ പുതിയ ഡെസിഗ്നേറ്ററിയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും പ്രഖ്യാപനങ്ങൾ നടത്തണം, അത് ഒഫീഷ്യലായിട്ട് തന്നെ നടത്തേണ്ടി വരും. അപ്പം അതുകൊണ്ട് മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നോക്കാം എന്താണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്നുള്ളത്. പിന്നെ ഒരു വിഷയം കൂടി ഇതിനകത്ത് പറയാനുള്ളത്, പാകിസ്ഥാനും ഇറാനും തമ്മിൽ IRGCയുടെ തന്നെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ് മൊഹസിൻ റസായി. ഈ മൊഹസിൻ റസായി പറഞ്ഞിരുന്നത്, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇറാന്റെ മേളിൽ എന്തെങ്കിലും അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ, ഇനി വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഇറാനെതിരെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പകരം പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കും ഇസ്രായേലിൽ എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, പക്ഷേ ഇന്ന് ഒരു MLA നടത്തിയ ഒരു സ്പീച്ചിൻ്റെ ഭാഗമായിട്ട് അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആ ഒരു സ്പിരിറ്റിൽ പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് സമ്മതിച്ചതാണ് പാർലമെന്റിന്റെ ഉള്ളിൽ വെച്ചിട്ട്. അബദ്ധത്തിൽ അയാൾ സമ്മതിച്ചു, അത് മീഡിയ എടുത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതോടുകൂടി ആ ഒരു ഡയലോഗ് വൈറലായി. അതിനെ ഇറാൻ ഏറ്റുപിടിച്ച് പല സ്ഥലങ്ങളിലും റിപ്പീറ്റഡ് ആയിട്ട് ഇറാൻ ഈ പാകിസ്ഥാന്റെ ഈ ഒരു സപ്പോർട്ടിനെ കോട്ട് ചെയ്ത് തുടങ്ങി. പാകിസ്ഥാന്റെ ഈ ഒരു സപ്പോർട്ടിനെ ഇറാന്റെ മീഡിയ വരെ പബ്ലിഷ് ചെയ്ത് തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പം ഇന്ന് പെട്ടെന്ന് തന്നെ ഖ്വാജ ആസിഫ് മലക്കം പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇന്റർണൽ ആയിട്ടുണ്ടായ ഡിസ്കഷൻസ് ആണ്. അയ്യോ, ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ മേളിൽ പോയി ന്യൂക്ലിയർ ആയുധം ഇടുമെന്ന് പറയുമോ, അങ്ങനെ ഒരു സംഭവമേ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മലക്കം പറഞ്ഞ്. അതിലുപരിയായിട്ട് ഞാനൊരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടോളൂ. അതായത് ബലൂചിസ്ഥാനും ഇറാനും, ഈ ബലൂചിസ്ഥാന്റെ ഏരിയ തന്നെയാണ് കുറച്ച് ഇറാനും കുറച്ച് പാകിസ്ഥാനും ഷെയർ ചെയ്യുന്നത്. കുറച്ച് ഇറാനും മെജോറിറ്റി സൈഡ് പാകിസ്ഥാനും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ബോർഡർ ഗേറ്റ് ഉണ്ട്. ഈ ബോർഡർ ഗേറ്റ് തള്ളി തുറന്ന് ആൾക്കാർ ഇറാന്റെ ഉള്ളിൽ നിന്നും പാകിസ്ഥാന്റെ ഉള്ളിലേക്കുള്ള ബലൂചിസ്ഥാനിലേക്ക് ഇരച്ചു കയറുന്ന രംഗമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. പാകിസ്ഥാൻ ഇന്ന് ഒഫീഷ്യലി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഒറ്റ ഇറാനികളെ പോലും പാകിസ്ഥാന്റെ ഉള്ളിൽ കയറ്റരുത്. എങ്ങനെ ഇരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്? ഇത് തിരിച്ചറിയാത്ത മസൂദ് പെസസ്കിയാൻ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഒരുമിക്കണം, ഈ വെസ്റ്റേൺ കൺട്രികൾ അഥവാ ഇസ്രായേലിനെതിരെയുള്ള ആ ഒരു റെജീമിൽ പങ്കെടുക്കാൻ വരണം, അങ്ങനെ ഒരു മതപരമായ യുദ്ധം നടത്താൻ വരെ ആഹ്വാനം നടത്തിയിട്ടിരിക്കുന്ന മസൂദ് പെസസ്കിയാൻ ഈ പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പൊ ഗേറ്റ് ഒക്കെ ശക്തമായിട്ട് വലിച്ച് പൂട്ടി അടച്ച് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒറ്റ ഇറാനി പൗരൻ പോലും പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി പോരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര ശക്തമായ നടപടി. പിന്നെ ഇനി മേലാൽ എവിടെയും പ്രസ്സിലോ മീഡിയകളിലോ എവിടെയും പാകിസ്ഥാൻ ആണവായുധം തരാമെന്ന് പറഞ്ഞു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയരുത്. അതും പിൻവലിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുർക്കിയുടെ നിലപാട് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി തന്നെ എക്സ്പോസ് ചെയ്തതാണ്. തുർക്കി ഓൾറെഡി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെ സപ്പോർട്ടില്ല. തുർക്കി എന്താണെന്നുള്ളത് അൺവെയിൽ ചെയ്ത് കഴിഞ്ഞു. പാകിസ്ഥാന്റെ നിലപാടും വളരെ വ്യക്തമാണ്. ഇനി ആകെയുള്ളത് യമനിലെ ഹൂത്തികളാണ്. യമൻ ഫുള്ളല്ല, യമനിലെ ഹൂത്തികൾ, അവർ ചെറിയ ഏരിയയിലുള്ള ആൾക്കാർ. അതും ഇറാൻ തന്നെയാണ്, ഇറാന്റെ പ്രോക്സി തന്നെയാണ്. തീവ്രവാദം വളർത്തുന്ന രാജ്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. തീവ്രവാദത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സും ഓഫീസൊക്കെ നടത്തുന്ന ഇറാനിന് ഇത് സംഭവിക്കുന്നതിൽ യാതൊരു അതിശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ കൃത്യമായിട്ട് ജനങ്ങൾക്ക് വാണിംഗ് കൊടുത്തിട്ട് അവിടെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്.
എത്രയും വേഗം തെഹ്റാൻ വിട്ടു പോകുന്ന ആൾക്കാർക്ക് രക്ഷപ്പെടാം. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ വാണിംഗ് സെയിം ഇസ്രായേലിനെതിരെ ഇറാന്റെ സൈഡിൽ നിന്നും വരുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.